ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4ലെ ഇംഗ്ലീഷ് യൂണിറ്റ് 4ലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ദ റൺഅവേ പാൻ കേക്ക്. ഇറ്റ് വിൽ ബി ഡെലീഷ്യസ്. മോം, ഐ വാണ്ട് ദസ്. മോം, യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. ഇറ്റ്സ് ലുക്സ് സോ ക്രിസ്പി. ഐ വിൽ ഈറ്റ് ഫസ്റ്റ്. ഐ തിങ്ക് എവറി വൺ വിൽ ലവ് ഇറ്റ്. അപ്പോൾ അമ്മ ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയാണ്. മക്കളും 7 മക്കളും അച്ഛനും കൂടെ അത് നോക്കി നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും പറയുന്ന കാര്യങ്ങളാണിത്. ഐ തിങ്ക് എവറി വൺ വിൽ ലവ് ഇറ്റ്. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരു മകൻ പറയുകയാണ്, ഐ വിൽ ഈറ്റ് ഫസ്റ്റ്. ഞാനിത് ആദ്യം കഴിക്കും. ഇറ്റ് വിൽ ബി ഡെലീഷ്യസ്. ഇത് നല്ല രുചികരമായിരിക്കും. മോം, ഐ വാണ്ട് ദസ്. അമ്മ എനിക്കിത് വേണം. മോം, യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്. അമ്മ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് ലുക്സ് സോ ക്രിസ്പി. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് ആ അമ്മ പാൻ കേക്ക് ഉണ്ടാക്കിയാണ്. ഓൾ ഓഫ് എ സഡൻ ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദ പാൻ. പെട്ടെന്ന് തന്നെ പാൻ കേക്ക് പാനിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. ഓ, ദ പാൻ കേക്ക് ജംപ്ഡ് ഔട്ട്, ക്യാച്ച് ഇറ്റ്. ഓ, പാൻ കേക്ക് ചാടിപ്പോയി, പിടിക്കൂ എന്ന് പറയും. ഓക്കെ, ഐ വിൽ ക്യാച്ച് ഇറ്റ്, സ്റ്റോപ്പ് ദർ. അപ്പം എല്ലാവരും അവരവർക്ക് പറ്റുന്നത് പോലെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പാൻ കേക്ക് പാനിൽ നിന്നും ചാടിപ്പോയി. ഹെൽപ്പ് സ്റ്റോപ്പ് ദർ, വൈ ആർ യു റണ്ണിങ്. അപ്പോൾ ഈ പാൻ കേക്ക് ഓടി വരുമ്പോഴത്തേക്കും ഒരു നായിനെ കാണും. അപ്പം നായ ചോദിക്കും, എന്തിനാ നീ ഓടണേന്ന് ചോദിക്കും. വൈ ആർ യു റണ്ണിങ്, നീ എന്തിനാ ഓടുന്നത്. അപ്പൊ രക്ഷിക്കൂ എന്നാണ് പാൻ കേക്ക് പറയുന്നത്. 7 ചിൽഡ്രൻ ദെയർ ഫാദർ ആൻഡ് മദർ ആർ ഫോളോയിങ് മീ. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും എന്നെ പിന്തുടർന്ന് വരുന്നുണ്ടെന്ന് പാൻ കേക്ക് പറയും. ദ പാൻ കേക്ക് റൺ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻ കേക്ക് അവന് പറ്റാവുന്നത്രയും വേഗതയിൽ ഓടി. ദ 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ ആൻഡ് പെറ്റ് ഡോഗ് ഫോളോഡ് ഇറ്റ്. ആ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും അവരുടെ വളർത്തു നായും അതിനെ ഫോളോ ചെയ്തു, പിന്തുടർന്നു. ഹേയ്, വൈ ആർ യു റണ്ണിങ്. അടുത്ത ആൾ ചോദിക്കുകയാണ്, ഹേയ്, നീ എന്തിനാണ് ഓടുന്നത്. ദ 7 ചിൽഡ്രൻ ദർ ഫാദർ മദർ ആൻഡ് പെറ്റ് ഡോഗ് ആർ ഫോളോയിങ് മീ. ആ 7 കുട്ടികളും അച്ഛനും അമ്മയും അവരുടെ വളർത്തു നായും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്. സ്റ്റോപ്പ് ദർ, ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. ദ 7 ചിൽഡ്രൻ ദർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ഫോളോഡ് ഇറ്റ്. അപ്പോൾ പാൻ കേക്ക് അവന് പറ്റാവുന്നത്ര സ്പീഡിൽ വേഗതയിൽ ഓടാൻ തുടങ്ങി. ആ 7 കുട്ടികളും അച്ഛനും അമ്മയും അവരുടെ വളർത്തു നായും ഒരു പൂച്ചയും ആ പാൻ കേക്കിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഹലോ ഫ്രണ്ട്, വാട്ട് ഹാപ്പൻഡ്. അടുത്തത് പാൻ കേക്ക് കണ്ടുമുട്ടുന്നത് ഒരു ആടിനെയാണ്. ആട് ചോദിക്കും, ഹലോ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തെ എന്ത് പറ്റിയും ചോദിക്കും. ദ 7 ചിൽഡ്രൻ ദർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ആർ ഗോയിങ് ടു ഈറ്റ് മീ. ആ 7 മക്കളും 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗ് വളർത്തു നായിയും ഒരു പൂച്ചയും എന്നെ തിന്നാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറയും. സ്റ്റോപ്പ് ദർ, ദ പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. ദ 7 ചിൽഡ്രൻ ദർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോട്ട് ഫോളോഡ് ഇറ്റ്. അപ്പോൾ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും വളർത്തു നായിയും അവരുടെ പൂച്ചയും ആ വഴിയിലും വെച്ച് കണ്ടുമുട്ടിയ ആടും ഈ പാൻ കേക്കിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി, പിന്തുടർന്ന് ഓടാൻ തുടങ്ങി. വൈ ആർ യു റണ്ണിങ്. ദ 7 ചിൽഡ്രൻ ദർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോട്ട് ആർ ഗോയിങ് ടു ക്യാച്ച് മീ. ക്യാൻ യു ഗിവ് മീ എ പ്ലേസ് ടു ഹൈഡ്. അപ്പോൾ അടുത്തത് പാൻ കേക്ക് കാണുന്നത് ഒരു കുറുനരീനെയാണ്. ഈ കുറുനരി ചോദിക്കും, എന്ത് പറ്റി, എന്തിനാ ഓടണേന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആ 7 കുട്ടികളും അച്ഛനും അമ്മയും അവരുടെ വളർത്തു നായ അവരുടെ പൂച്ച പിന്നെ ദേ ഒരു ആട് ഇതെല്ലാവരും കൂടി എന്നെ പിടിച്ച് തിന്നാൻ വരുന്നുണ്ട്. എനിക്ക് ഒളിക്കാൻ ഒരു സ്ഥലം തരാമോ എന്ന് ചോദിക്കും. വേഗം ഈ കുറുക്കൻ എന്ത് ചെയ്യും, വായ തുറക്കും. വായുടെ ഉള്ളിലേക്ക് ചാടി കയറും പാൻ കേക്ക്. അവനത് കഴിക്കും. ഓ, ഇറ്റ്സ് ഗോൺ, യമ്മി യമ്മി. കുറുക്കൻ അതെല്ലാം പാൻ കേക്കിനെ മുഴുവൻ കഴിക്കും. എല്ലാവരും കൂടി ഓടി വരുമ്പോഴത്തേക്കും അത് പോയിട്ടുണ്ടാകും, പാൻ കേക്ക് എവിടെയോ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ദ 7 ചിൽഡ്രൻ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ഗോട്ട് ആൻഡ് ഫോക്സ് ദെൻ പാൻ കേക്ക്. ഈ 8 ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. ഹു ആർ പ്രിപ്പയറിംഗ് ദ പാൻ കേക്ക്. ആരാണ് ഹു വാസ് പ്രിപ്പയറിംഗ് ദ പാൻ കേക്ക്. പാൻ കേക്ക് ആരാണ് ഉണ്ടാക്കിയത്? മോം ആണ് ഉണ്ടാക്കിയത്. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ദ സ്റ്റോറി. എത്ര കുട്ടികളാണ് ഈ സ്റ്റോറിലുള്ളത്? 7 കുട്ടികൾ അല്ലേ, 7 ചിൽഡ്രൻ. വാട്ട് ഹാപ്പൻ ടു ദ പാൻ കേക്ക് അറ്റ് ദ എൻഡ്. അവസാനം പാൻ കേക്കിന് എന്ത് സംഭവിച്ചു? ദ വൂൾഫ് ഈ എയ്റ്റ് ദ പാൻ കേക്ക്. പാൻ കേക്ക് ആരാ കഴിച്ചത്? വൂൾഫ് കഴിച്ചു അല്ലേ. ഇനി അടുത്തത് പിക്ചർ സ്റ്റോറിയാണ്. ഈ പിക്ചർ സ്റ്റോറിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ഫുഡ് എ ട്രഷർ ഫോർ ഓൾ എന്നാണ്. ആദ്യം തന്നെ നമുക്ക് കാണിച്ചിട്ടുള്ളത്, രാമു വാസ് ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ, ഹിസ് മോം വാസ് പാക്കിംഗ് ഹിസ് ലഞ്ച്. രാമു സ്കൂളിൽ പോകാൻ റെഡിയാകിയാണ്, അവൻ്റെ അമ്മ ലഞ്ച് പാക്ക് ചെയ്യുന്നുണ്ട്. ഹി വാക്ക് ടു സ്കൂൾ ക്യാരിങ് ഹിസ് സ്കൂൾ ബാഗ് ആൻഡ് ലഞ്ച് ബാഗ്. അവൻ്റെ സ്കൂൾ ബാഗും ലഞ്ച് ബാഗും കൊണ്ട് നടന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ഹി ഹാപ്പൻ ടു സീ എ ഫാദർ ആൻഡ് ഡോട്ടർ. വരുന്ന വഴിക്ക് അവൻ ഒരു അച്ഛനെയും മകളെയും കാണാൻ ഇടയായി. ദേവർ സിറ്റിംഗ് അണ്ടർ എ ട്രീ. അവരൊരു മരത്തിൻ്റെ അടിയിലിരിക്കുകയായിരുന്നു, മരത്തിൻ്റെ കീഴിലിരിക്കുകയായിരുന്നു. ദ ഗേൾ വാസ് ക്രൈയിങ് വിത്ത് ഹങ്കർ. ഹെർ ഫാദർ വാസ് കൺസോളിങ് ഹെർ. ആ പെൺകുട്ടി
വിശപ്പ് കാരണം കരയുകയായിരുന്നു. അച്ഛൻ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. രാമു ഗേവ് ഹിസ് ലഞ്ച് ടു ദാറ്റ് ഗേൾ. രാമു അവൻ്റെ ലഞ്ച് ആ കുട്ടിക്ക് കൊടുത്തു. ഷീ ബിഗാൻ ടു ഹാവ് ദ ഫുഡ്. അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഹർ ഫാദർ ബിക്കെയിം വെരി ഹാപ്പി. അവളുടെ അച്ഛന് ഭയങ്കര സന്തോഷമായി. വെൻ രാമു റീച്ച് ഹോം ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. രാമു വീട്ടിലെത്തിയപ്പോൾ രാമു ഇതെല്ലാം അമ്മയോട് പറഞ്ഞു. ഹിസ് മദർ ടോൾഡ് ഹിം ടു ബ്രിങ് ദം ഹോം ദ നെക്സ്റ്റ് ഡേ ടു ഗിവ് ഫുഡ്. അപ്പോൾ അടുത്ത ദിവസം അവരെ വിളിച്ചിട്ട് വരും, നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാമെന്ന് അമ്മ പറയും. ദ നെക്സ്റ്റ് ഡേ രാമു ഇൻവൈറ്റഡ് ദ ഗേൾ ആൻഡ് ഹർ ഫാദർ ടു ഹിസ് ഹോം. അടുത്ത ദിവസം രാമു അവൻ കണ്ടുമുട്ടിയ ആ പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. രാമുസ് ഫാദർ ആൻഡ് മദർ റിസീവ്ഡ് ദം വിത്ത് ഗ്രേറ്റ് ജോയ്. രാമുവിൻ്റെ അച്ഛനും അമ്മയും അവരെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആൻഡ് പ്രൊവൈഡ് ദം ഫുഡ്. അവർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഇതോടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി യൂണിറ്റ് 5 ആണ്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.